ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന അനേകം സംഭവങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ്. കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും അയൽവാസികളിലും സമൂഹത്തിലും രാജ്യത്തുടനീളവും ലോകമെമ്പാടുമുള്ള വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാകയാൽ നമ്മുടെ ഉള്ളിൽ നിന്നും നഷ്ടമാകുന്നത് സമാധാനമാണ്. സമാധാനം നഷ്ടമായാൽ നമുക്ക് നഷ്ടമാകുന്നത് ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവാണ്. മാത്രമല്ല, ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. തന്നെയുമല്ല, പ്രശ്നപരിഹാരത്തിന് ദൈവത്തിൻ്റെ സഹായവും ഇടപെടലിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്നെ നമുക്ക് കഴിയാതെ പോകുന്നു. അതിനാൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിറഞ്ഞ് അസ്വസ്ഥതകൾ വെടിഞ്ഞ് ഏറ്റവും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഈ ജപമാലയുടെ അവസാനം വരെ പങ്കെടുത്തു പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ഭരിക്കട്ടെ. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രളയം, മഹാമാരി എന്നീ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അതിനെ തുടർന്നുള്ള ലോക്ക്ഡൗൺ ഒക്കെ കാരണം വസ്തുവകകൾ നഷ്ടപ്പെട്ട്, ആരോഗ്യം ക്ഷയിച്ച്, ബിസിനസ് നഷ്ടപ്പെട്ട്, വരുമാനമാർഗം തടസ്സപ്പെട്ട്, കടബാധ്യതകളും രോഗവും പട്ടിണിയും കണ്ണീരുമായി കഴിയുന്ന അനേകം പേരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ അമിതമായ ഭയം, ദുഃഖം, നിരാശ, ആകാംക്ഷ, ഭീതി, മാനസിക സമ്മർദ്ദം, മാനസിക ആഘാതം, മനക്ലേശം, പീഡനങ്ങൾ, നിസ്സഹായത, കുറ്റബോധം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റു പല ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ, പട്ടിണി അകറ്റാൻ, കണ്ണീര് തുടയ്ക്കാൻ, ആരോഗ്യം നിലനിർത്താൻ, കടബാധ്യതകൾ അകറ്റാൻ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൽ നിന്നുള്ള ഈ പ്രാർത്ഥനാ ജപമാലയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അതോടൊപ്പം കൊറോണ രോഗത്താൽ ശ്വാസം വലിക്കാൻ ത്രാണിയില്ലാതെ ആശുപത്രികളിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചവർക്കും, ഗുരുതര അവസ്ഥയിലായിട്ടും വൈദ്യസഹായം ലഭിക്കാതെ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യവും ആരോഗ്യവും ലഭിക്കാൻ ആശ്വാസദായകനും വൈദ്യനുമായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങയുടെ സൗഖ്യത്തിനായി ഈ പ്രാർത്ഥനാ ജപമാലയിലൂടെ ഞങ്ങൾ യാചിക്കുന്നു. അതോടൊപ്പം കൊറോണ രോഗത്താലും മറ്റു രോഗങ്ങളും അപകടങ്ങളും കാരണം ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് ആത്മശാന്തിയും അവരുടെ ആശ്രിതർക്കും കുടുംബാംഗങ്ങൾക്കും സൗഖ്യവും വിടുതലും സംരക്ഷണവും ദൈവിക പരിപാലനവും ഈ പ്രാർത്ഥനാ ജപമാലയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കൊറോണ രോഗം വന്ന് സുഖപ്പെട്ടവർക്ക് പിന്നീട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും വരാതിരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഈ പ്രാർത്ഥനാ ജപമാലയിലൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. ഞങ്ങളുടെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം ഞങ്ങളെ അനുസ്മരിക്കണമേ. എന്തെന്നാൽ കർത്താവായ ദൈവമേ, അവിടുന്ന് നല്ലവനും നീതിമാനുമാണല്ലോ. പാപികളായ ഞങ്ങൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുകയും എളിയവരായ ഞങ്ങളെ
അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൊറോണയിൽ നിന്നും സംരക്ഷണവും സൗഖ്യവും വിടുതലും ലഭിക്കാൻ, നമ്മുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ, ഈ ലോകത്തെ മുഴുവൻ സൗഖ്യപ്പെടുത്താൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, ഷെയർ ചെയ്യുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഈ ജപമാലയുടെ ഓരോ രഹസ്യത്തിലും ഓരോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഈ പ്രാർത്ഥന നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് ധൈര്യം നൽകുന്നതിന് സഹായകരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ പ്രാർത്ഥനകൾ ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന ദൈവമേ, ഇവരുടെ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസും മറ്റു രോഗാണുക്കൾ പരത്തുന്ന എല്ലാ ദുരന്തത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുക ഇല്ല എന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. മാതാവിൻ്റെ ജപമാല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. ആശ്വാസദായക, ആത്മാവിൻ്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശ്യതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ 7 വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ. പ്രാരംഭ പ്രാർത്ഥന. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോടുകൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചൊല്ലാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി
53 മണി ജപം ചൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയിർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മഹിമയുടെ രഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടുകൂടി ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൊറോണ രോഗം മൂർച്ഛിച്ച് ന്യൂമോണിയ ബാധിച്ച് ലങ്സിൻ്റെ പ്രവർത്തനം നിലച്ച് മരണത്തിലേക്ക് മടങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ച നിലയിൽ കാണുന്ന രോഗികളുടെ മേൽ അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങൾ സ്പർശിച്ച് അവർക്ക് പുതുജീവനും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ,
നായിനിലെ വിധവയുടെ മരിച്ചുപോയ ഏക മകൻ്റെ ശവശരീരം അന്തിമ സംസ്കാരത്തിനായി കൊണ്ടുപോകുമ്പോൾ ആരോരുമില്ലാത്ത ആ വിധവയുടെ മേൽ കരുണ തോന്നി മനസ്സലിഞ്ഞ് കരയേണ്ട എന്നു പറഞ്ഞ് അവിടുന്ന് മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടപ്പോൾ അത് വഹിച്ചിരുന്നവർ നിൽക്കുകയും, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയല്ലോ. ആ വിധവയായ അമ്മയ്ക്ക് അവരുടെ ഏക മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് ചെയ്തു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുവല്ലോ. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളുടെ മേലും കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗികളുടെയും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ രോഗികളുടെ മേലും അവിടുന്ന് മനസ്സലിഞ്ഞ് അവരെ സ്പർശിക്കണമേ. അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ എല്ലാ രോഗികളെയും ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ, മനുഷ്യഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നാം ഇപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മുടെ ഏതവസരത്തിലും ധൈര്യം പകരുന്നതിന് ഉപകരിക്കട്ടെ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും.
എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം,
നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയിർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യ മാതാവും ശിഷ്യരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൊറോണ രോഗാണുക്കൾ പടർന്നു പിടിക്കുന്നത് കാരണം എങ്ങും ലോക്ക്ഡൗണിനെ തുടർന്ന് ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വരുമാനം നഷ്ടപ്പെട്ട് പട്ടിണിയിലായ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും കഴിയുന്ന എല്ലാ കുടുംബത്തെയും വ്യക്തികളെയും പ്രത്യേകം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലോക്ക്ഡൗണിനെ തുടർന്ന് ബിസിനസ് രംഗത്തുണ്ടായ തകർച്ചകളെ പ്രതി വൻ നഷ്ടങ്ങൾ നേരിടുന്ന ചെറുതും വലുതുമായ എല്ലാ ബിസിനസ് പ്രവർത്തകരെയും പിതാവായ ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബിസിനസ്സിൽ വന്നുപോയ വൻ നഷ്ടങ്ങളെ പ്രതി കടബാധ്യതകളാൽ വീർപ്പുമുട്ടി വലിയ നിരാശയിൽ കഴിയുന്ന അങ്ങയുടെ ഈ മക്കളിലേക്ക് അങ്ങയുടെ കൃപ ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവേ അങ്ങയുടെ സംരക്ഷണവും പരിപാലനയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീതിമാനായ ദൈവമേ അങ്ങയുടെ തിരുസാന്നിധ്യം അവരെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ, മനുഷ്യഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോൻ ഓട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക.
ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പൊതുജീവിതം സ്തംഭിപ്പിച്ച കൊറോണ മഹാമാരിയും അതിനെ തുടർന്നുള്ള ലോക്ക്ഡൗണും കാരണം പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന അമിതമായ ഭയം, ദുഃഖം, മാനസിക ആഘാതം, നിരാശ, ആകാംക്ഷ, ഭീതി, മാനസിക സമ്മർദ്ദം, മനക്ലേശം, നിസ്സഹായത, കുറ്റബോധം, അനിശ്ചിതത്വം, മനോവിഷമം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റു പല ബുദ്ധിമുട്ടുകൾ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവേ, ഭാവിയെക്കുറിച്ചുള്ള സകലവിധ ഭയങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ച് അങ്ങയുടെ സ്നേഹ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുത്തന്മാർ പോലും തളർന്നു വീഴുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കഷ്ടതയിൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഷ്ടതയുടെ ഈ കാലഘട്ടത്തിൽ അങ്ങയിൽ ശരണപ്പെടുന്ന ഞങ്ങൾ ആരും തന്നെ നിരാശിതരാകാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ യേശുവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിണത ഫലമാണ് ഈ കഷ്ടതയും മഹാമാരിയും എന്ന് വിശ്വസിച്ച് കുറ്റബോധത്താൽ വീർപ്പുമുട്ടി നിരാശയിൽ കഴിയുന്ന മക്കളെ പ്രത്യേകമായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാർമേഘം പോലെ ഞങ്ങളുടെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ ഞങ്ങളുടെ പാപങ്ങളെയും തുടച്ചു നീക്കി ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങിലേക്ക് തിരിച്ചു വരുന്ന ഞങ്ങൾ ഓരോരുത്തരും, കുറ്റബോധത്താൽ വീർപ്പുമുട്ടി വിഷമിച്ച് കഴിയുന്ന സകലരും അങ്ങയുടെ സ്നേഹ സാന്ത്വനം രുചിച്ചറിയുന്നതിനും അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നതിനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ആനന്ദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ, മനുഷ്യഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയിർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൊറോണ മഹാമാരിയിലും അതുമായി ബന്ധപ്പെട്ട് മറ്റു രോഗങ്ങൾ ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ ലോകത്തിൽ നിന്നും മരണം വഴി വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി അനാഥരായ കുഞ്ഞുങ്ങളെയും വ്യക്തികളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് ധൈര്യവും ശക്തിയും ദൈവിക പരിപാലനയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവും പരിപാലകനും സംരക്ഷകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും നിത്യമായ ദൈവിക ആനന്ദത്തിൽ പങ്കുകാരാകുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ, മനുഷ്യഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും.
എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക.
ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവേ, ഈ മഹാമാരി എന്നേക്കുമായി ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി ഭൂമിയിലെ സർവ്വജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈജിപ്തിലെ ദേവന്മാർക്കെതിരെ ശിക്ഷാവിധി നടത്താൻ, ഈജിപ്തിനെ പ്രഹരിക്കാൻ, ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം സംഹരിക്കാൻ ദൈവമായ കർത്താവെ അവിടുന്ന് തീരുമാനിച്ചപ്പോൾ ഇസ്രായേലിയർ താമസിച്ചിരുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടിയിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം കണ്ടപ്പോൾ ശിക്ഷയിൽ നിന്നും ഇസ്രായേലിയരെ രക്ഷിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഭൂവാസികളെ മുഴുവൻ അഭിഷേകം ചെയ്യുകയും ശിക്ഷയിൽ നിന്നും ഞങ്ങളെ ഏവരെയും ഒഴിവാക്കുകയും ചെയ്യണമേ. ഇനിയൊരു മഹാമാരിയിൽ നിന്നും ഭൂവാസികളെ മുഴുവനും രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനജീവിതം സാധാരണഗതിയിൽ കൊണ്ടുവരുന്നതിനും സർവ്വജനങ്ങളും അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ട് അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടുത്തുന്നതിനും ദൈവഭയത്താൽ ഭൂമി മുഴുവനും നിറയുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമാണ് ഈ മഹാമാരി എങ്കിൽ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുന്നതിനും ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയാകാനും ഭൂമിയിലെ സകല ജനങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോയേൽ പ്രവാചകനിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളും ദൈവത്തിൽ ആനന്ദിക്കുവാനും ദൈവത്തെ ഭയപ്പെടുന്നതിനും അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും മറ്റു ലജ്ജാകരമായ പ്രവൃത്തികളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിട്ടകന്ന് എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ, മനുഷ്യഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എൻ്റെ സൗഖ്യദാതാവാണ്. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. എൻ്റെ മുറിവുകൾ അവിടുന്ന് സുഖപ്പെടുത്തും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റെപ്പായേലെ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ വലിയ പാപികളാണ് എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ അങ്ങയുടെ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദിയിൽ തന്നെ അങ്ങ് തീരുമാനിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ജപം.
നീതിമാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ യൗസേപ്പെ, അങ്ങ് ദൈവസ്നേഹത്തിലും സേവനത്തിലും വിശ്വസ്തനും വിവേകിയുമായി ജീവിച്ചു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടിയപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവിടുന്ന് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അധ്വാനിച്ചും ജോലി ചെയ്തും അവിടുന്ന് കുടുംബ സംരക്ഷണത്തിൽ പ്രദർശിപ്പിച്ച ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്കേവർക്കും മാതൃകയായി തീരട്ടെ. ഉത്തമ കുടുംബപാലക, ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പാലിക്കണമേ. ഞങ്ങളുടെ മരണനേരത്ത് അങ്ങയുടെ പ്രിയ പത്നിയോടും വത്സലസുതനോടും കൂടെ ഞങ്ങളുടെ സഹായത്തിന് വരികയും ചെയ്യണമേ. ആമേൻ. മിഖായേൽ മാലാഖയോടുള്ള ജപം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. സംരക്ഷണ പ്രാർത്ഥന. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും അധികാരികളെയും ഗുരുക്കന്മാരെയും വസ്തുവകകളെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ. തിരുരക്തത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും തിരുമുഖത്തിൻ്റെയും സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഇന്നേ ദിവസം രോഗത്തിലൂടെയോ കലഹം, ശത്രുത, ഗർവ്, പ്രതികാര ചിന്ത, ഭയം, നിരാശ, അലസത, മടി എന്നിവയിലൂടെയോ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും സ്നേഹ ഈശോയെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്ന് നിർവീര്യമാക്കണമേ. ഞങ്ങളിൽ നിന്നെല്ലാ തിന്മയുടെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മധ്യസ്ഥതയും സംരക്ഷണവും എപ്പോഴും ഞങ്ങൾ തേടുന്നു. ഞങ്ങളെ വലയം ചെയ്യുന്ന ശത്രുകരത്തിൽ നിന്ന് അങ്ങയുടെ സ്നേഹത്തിൻ്റെ മേലങ്കി കൊണ്ട് ഞങ്ങളെ ഏവരെയും മറച്ച് സംരക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഈ ഭൂമിയിൽ ഞങ്ങൾ നേരിടുന്ന സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. ഇത്രയും നേരം എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ നിന്ന് മഹാമാരി എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുവാൻ ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക. ഏറ്റവും ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഈ പ്രാർത്ഥന അവസാനം വരെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നാം ഭയപ്പെടരുത്. കർത്താവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മോട് കൂടെയുണ്ട്. കർത്താവായ ദൈവം നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല.
നിരാശയും ഭയവും ആശങ്കയും മനക്ലേശവും മനോവിഷമവും ഇനി വേണ്ട. എന്തെന്നാൽ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഇനി നാം ഭയപ്പെടേണ്ട. എന്തെന്നാൽ കർത്താവാണ് നമ്മുടെ സൗഖ്യദാതാവ്. അവിടുന്ന് നമ്മെ ഏവരെയും സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കും. അവിടുന്ന് നമ്മുടെ മുറിവുകൾ വെച്ചുകെട്ടും. ഇനി നാം ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യുദ്ധം കർത്താവിൻ്റേതാണ്. വിജയം കർത്താവിൽ നിന്ന് വരുന്നു. നമ്മെ തളർത്തുവാൻ ഒരു ശക്തിക്കും ഈ ലോകത്തിൽ ഇനി സാധിക്കുകയില്ല. കാര്യം കർത്താവിൻ്റെ വലതുകരം, കർത്താവിൻ്റെ വിജയകരമായ വലതുകരം നമ്മെ താങ്ങി നടത്തുന്നു. അതിനാൽ ഭയമകറ്റി ധൈര്യപൂർവം ഈ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളെയും നേരിടുവാൻ, ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ കർത്താവിൻ്റെ കരം നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ ജപമാല ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഈ മഹാമാരി ലോകത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ ഈ പ്രാർത്ഥന ഏവർക്കും സഹായകമാകും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഭവനങ്ങളോടുകൂടിയും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടിയും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ കുടുംബാംഗങ്ങളോടുകൂടി ഉണ്ടാകുവാൻ, ഈ വ്യക്തികളോടുകൂടി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സമാധാനത്തിൻ്റെ ദൈവം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ശാന്തരാകുവീൻ, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഭരിക്കട്ടെ. നമ്മുടെ ശരീരത്തിലും ദൈവത്തിൻ്റെ സമാധാനം നിലനിൽക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളും ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയട്ടെ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവിൻ്റെ സമാധാനം നമ്മേവരെയും, പ്രത്യേകിച്ച് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുടെയും ഹൃദയങ്ങളെ ഭരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.